എലോയ് എലോയ് ലാമ സബക്താനി, അതാണ് ആ സമയം എന്ന് പറയുന്നത്. മർക്കോസ് 15:34. 9-ാം മണിക്കൂർ ആയപ്പോൾ, 9-ാം മണിക്കൂർ, അതാണ് ആ സമയം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എലോയ് എലോയ് ലാമാ സബക്താനി. മരണത്തിന്റെ ലാസ്റ്റ് നിമിഷമാണ്. എലോയ് എലോയ് ലാമ സബക്താനി, അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത്? അപ്പൊ ഉപേക്ഷിക്കലെന്നല്ല ധരിച്ചിരുന്നത് ആള്. മർക്കോസ് 15:34 എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത് എന്നല്ല ചോദിക്കണത്. എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണ്? ഇത്രയും നാൾ ആള് വിശ്വസിച്ചിരുന്നത് എന്താണ്? നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും, കുരിശിൻ്റെ വഴികളിലാണല്ലോ സംഭവിക്കുന്നത്. മർക്കോസൊക്കെ തുണിയില്ല ഓടിയ കക്ഷികളല്ലേ. യോഹന്നാൻ മാത്രമല്ലേ നിന്നുള്ളൂ. നിങ്ങളെല്ലാവരും പോകുമെന്ന് പറഞ്ഞു. യോഹന്നാൻ കൂടി പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. അതായത് പൊതുവെ ഭൂരിപക്ഷം പോയല്ലോ, 90% ആൾക്കാരും പോയി. നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും, പക്ഷേ എങ്കിലും ഞാൻ ഏകനല്ല, കുരിശ് ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായിരുന്നു ഈശോ കിട്ടിയ അറിവ്. പക്ഷേ നമുക്കറിയാമല്ലോ, പക്ഷേ കുരിശിൽ വന്നപ്പോൾ പിതാവ് ആബ്സെൻ്റായി. ആബ്സൻസ് ഓഫ് ഫാദർ ഫീൽ ചെയ്ത്, അതുകൊണ്ട് തകർന്നു പോയ ആൾ. ഇപ്പോൾ ഈശോയുടെ തകർച്ച കംപ്ലീറ്റ് ആകണത്, അതായത് ഈ കംപ്ലീറ്റ് പാഷൻ ആകണത് ഈ ടൈമിനാണ്. എലോയെ വിളിക്കുമ്പോഴാണ്. എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഇപ്പോഴെന്താ പറയണത്? ഈ സമയത്ത് ബൈബിളിനെ കുറിച്ച് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഇതല്ലേ ഈശോ നിന്ന ന്യായാധിപ സംഘം. ഈശോയുടെ വചനങ്ങളെക്കുറിച്ച്, ഈശോയ്ക്ക് സംഭവിക്കാൻ പോണ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വചനം വെളിപ്പെടുത്തുമ്പോൾ ഈശോൻ്റെ കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളങ്ങനെ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന്. കാര്യം പറച്ചിലാണ് കാര്യം ഇരിക്കുന്നത്. കാര്യം വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 4 എണ്ണമാണ്. എന്തൊക്കെയാണ് വിശ്വാസ പ്രകടനങ്ങൾ? എന്താണത്? അത് എന്താണ്? വിശ്വാസ പ്രാർത്ഥന, പ്രഖ്യാപനം, പിന്നെന്താണ്? പ്രയോഗം, പിന്നെന്താണ്? പ്രവചനം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മൊത്തം തകർന്ന പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ആ സമയം ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാരാണ് പറഞ്ഞത്? നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ലൂക്ക 12